Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിന്റെ ഹോട്ട് 7 എന്ന് പറഞ്ഞ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഇൻഫിനിക്സ് ഹോട്ട് 7 Pro ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്തായിരുന്നു. അത് 9999 ആയിരുന്നു പ്രൈസിങ്. ഇപ്പോൾ അതിലും കുറച്ചൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ് ഇൻഫിനിക്സ് ഹോട്ട് 7. ഇതിലും ക്വാഡ് ക്യാമറാസ് ആണ് വരുന്നത്. 4GB റാമും 64GB സ്റ്റോറേജും ആണ് വരുന്നത്. 6.19 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 13+2 മെഗാപിക്സൽ റിയറും ഫ്രണ്ട് ക്യാമറയാണ്. പിന്നെ 4000 mAh കപ്പാസിറ്റി ബാറ്ററി ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ മനോഹരമായ ഒരു കളർഫുൾ ബോക്സ് പാക്കേജാണ്. 4+64GB സ്റ്റോറേജിന് എഴുതി കാണാം. പിന്നെ ബാക്കിൽ ബോക്സിൻ്റെ ബാക്കിൽ തന്നെ എല്ലാ സ്പീച്ചേഴ്സും എഴുതിയിട്ടുണ്ട്. AI ക്വാഡ് ക്യാമറ, 6.19 ഇഞ്ചസ് HD+ നോച്ച് ഡിസ്പ്ലേ, 4000 mAh കപ്പാസിറ്റി ബാറ്ററി, മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P25 ഒക്ടോകോർ പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഉണ്ട്. XOS ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ. Android 9.0 Pie ആണ് വരുന്നത്. 7999 ആണ് ഇതിൻ്റെ പ്രൈസിങ്. ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് ആസ്പെക്ട്സ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇൻഫിനിക്സ് ഹോട്ട് 7 ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ബ്ലൂ കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ മേളിൽ കാണുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 7 ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ഈ സ്റ്റിക്കർ ഒന്ന് മാറ്റി കളയാം. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് 7. അപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം, ഡുവൽ ക്യാമറ കാണാം. ഇതൊരു 13+2 മെഗാപിക്സൽ ഡുവൽ ക്യാമറയാണ്. പിന്നെ ഇൻഫിനിക്സ് ബ്രാൻഡിങ് കാണാം, ഹോട്ട് ബ്രാൻഡിങ് താഴെ കാണാം. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് പവർ ആൻഡ് വോളിയം കീസാണ്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് സിം ട്രേ ആണ്. ബോട്ടം പാനലാണ് നോക്കുകയാണെങ്കിൽ മൈക്രോ USB ചാർജിങ് സ്ലോട്ടും സ്പീക്കർ യൂണിറ്റ് 3.5mm ഓഡിയോ ജാക്കാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് പാനലിൽ നോച്ച് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് കാണാം ഡുവൽ ക്യാമറ സെറ്റപ്പും കാണാവുന്നതാണ്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുമ്പോൾ ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത് കൂടി നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ചാർജിങ് ആൻഡ് ഡേറ്റ സിംഗിങ് കേബിളാണ്. മൈക്രോ USB ചാർജിങ് ആൻഡ് ഡേറ്റ സിംഗിങ് കേബിളാണ്. അതുകൂടാണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സിം ഇജക്ടർ പിന്നാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചാർജിങ് അഡാപ്റ്ററാണ്. 5V 2A ബേസിക് 10V ചാർജിങ് ആണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇൻഫിനിക്സിന്റെ മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നല്ല കേസ് ഇൻക്ലൂഡഡ് ആണ്. സ്മാർട്ട് 3+ലൊക്കെ കണ്ട പോലെ തന്നെ ഒരു പാറ്റേൺ ഉള്ള ഒരു കേസും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫൈനലി ഇതിനകത്ത് ഒരു സ്ക്രീൻ ഗാർഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിൽ വരുന്നത്. നമുക്ക് ഡിവൈസ് നോക്കാം. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് 7 നമ്മൾ കാണുന്നത്. 6.19 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇത് 2.5D ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 500 nits ഓഫ് ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ ഒരു മനോഹരമായ ഡിസ്പ്ലേ ആണ്. ആക്ച്വലി നമ്മൾ സർപ്രൈസ്ഡ് ആയിരുന്നു ഈ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി കണ്ടിട്ട്. ഒരു 7999 രൂപയുടെക്കാളും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് കാണാം വ്യൂയിങ് ആംഗിൾസ് എല്ലാം നല്ലതാണ്. നല്ലൊരു ടച്ച് റെസ്പോൺസും വരുന്നുണ്ട്. നല്ല ബ്രൈറ്റ്നസ് ലെവൽസും ഉണ്ട്. കളേഴ്സും വളരെ വിവിഡാണ്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. കാരണം ഡ്യുവൽ ക്യാമറ ഉള്ളതുകൊണ്ട് വാട്ടർ ഡ്രോപ്പ് അല്ല, നമ്മുടെ റെഗുലർ നോച്ചാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് നമുക്ക് ഈസിലി പറയാൻ സാധിക്കും. അത് ഇൻഫിനിക്സിന് സാധാരണ എല്ലാ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് വരാറ്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കാം. ഇതിൽ വരുന്നത് XOS എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. Android 9.0 ആണ് വരുന്നത്. സിസ്റ്റമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം XOSൻ്റെ ഫീച്ചേഴ്സിൻ്റെ പുറമെ തന്നെ ഡിവൈസ് ഹാർഡ്വെയറും കാണാം. 4GB റാമും 64GB സ്റ്റോറേജും 13+2 മെഗാപിക്സൽ റിയറും 13+2 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഹീലിയോ P25, 4000 mAh കപ്പാസിറ്റി ബാറ്ററി, Android Pie ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. പിന്നെ സോഫ്റ്റ്വെയറിനകത്ത് ആക്ഷൻ ആൻഡ് ജെസ്റ്റേഴ്സ് ഒക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്റ്റമൈസേഷൻ ചെയ്യാം, തീംസും സപ്പോർട്ടും അല്ലാണ്ട്. അപ്പോൾ ഓവറോൾ ഒരു കുഴപ്പമില്ലാത്തൊരു UI എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ നോക്കാം. ഇതിൽ വരുന്നത് ഡുവൽ ക്യാമറയാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡുവൽ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ AI ക്യാം കാണാം, ബ്യൂട്ടി മോഡ് ഉണ്ട്, പോർട്രേറ്റ് മോഡ് ഉണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഇൻക്ലൂഡഡ് ആണ്. വീഡിയോ റെക്കോർഡിങ്ങും 1080p റെസൊല്യൂഷനാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ ഇതേമാതിരി തന്നെ ഡുവൽ ക്യാമറയാണ്. 13+2 മെഗാപിക്സൽ ക്യാമറയാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫിനിക്സ് ഹോട്ട് 7 അടുത്ത ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താ, ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്. ബഡ്ജറ്റ് ഫോണിൽ എബോ ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോണാണ് ഇൻഫിനിക്സ് ഹോട്ട് 7. അപ്പോൾ ക്യാമറ ഇമ്പോർട്ടൻ്റ് ആയവർക്കും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സ് ഹോട്ട് 7. ഇനി ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയാം. ഇതിൽ 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ ആ ബാറ്ററി ലൈഫ് നല്ലതായിരിക്കും. കാരണം ഒരു 1.5 ദിവസമൊക്കെ നമുക്ക് ഈസിലി ലാസ്റ്റ് ചെയ്യും. കാരണം സാധാരണ ഒരു 4000 mAhൽ നമ്മൾ 1.5 days ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇൻഫിനിക്സ് ഹോട്ട് 7. പിന്നെ ഇതിനകത്ത് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ബാറ്ററി പെർഫോമൻസ് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് 7ൻ്റെ ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ജൂലൈ 15 ഫ്ലിപ്കാർട്ടിൽ സെയിൽ ആവുന്നത്. 7999 ആണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.